Hello friends, welcome to special episode of Independence Day. Jouher Techshar wish you all happy Independence Day. ഇന്നത്തെ ഈ സ്പെഷ്യൽ എപ്പിസോഡിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ ഇന്ത്യൻ ഫ്ലാഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഞാൻ പെട്ടെന്ന് കാണിച്ചു തരുന്നത്. സോ ലെറ്റ് us go to our എക്സൽ വർക്ക് ബുക്ക്. നമ്മുടെ ഫ്ലാഗിൽ 3 കളേഴ്സ് ആണ് ഉള്ളത്. സാഫ്രോൺ അറ്റ് ദ ടോപ്പ്, വൈറ്റ് ഇൻ ദ മിഡിൽ ആൻഡ് ഡാർക്ക് ഗ്രീൻ അറ്റ് ദ ബോട്ടം. ഈ 3 സെപ്പറേറ്റ് കളേഴ്സിന് 3 ബാർസ് ഉള്ള ഒരു ബാർ ചാർട്ടായിട്ട് ഇമാജിൻ ചെയ്യാം. ഈ ബാർ ചാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ 3 വട്ടം ഞാൻ 1 എന്ന വാല്യൂ കോളം എയിൽ കൊടുത്തിട്ടുണ്ട്. ഈ റേഞ്ച് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇനി ഇൻസേർട്ട് ടാബിൽ പോകുന്നു. ഇവിടെ നിങ്ങൾക്ക് ചാർട്ട് സെക്ഷൻ കാണാം. ഇവിടെ നമുക്ക് ബാർ ചാർട്ട് ഓപ്ഷൻ കാണാം. ഞാൻ ഈ ഡ്രോപ്പ് ഡൗൺ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നിങ്ങൾക്ക് 2D ബാർ ഓപ്ഷൻ കാണാം. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് നമ്മുടെ ബാർ ചാർട്ട് ഡിസ്പ്ലേ ആയി. ഞാൻ ഈ ചാർട്ടിനെ ഒന്ന് പൊസിഷൻ ചെയ്യുകയാണ്. നമ്മുടെ ഫ്ലാഗിന്റെ സൈസ് റിസംബിൾ ചെയ്യാൻ ഈ ചാർട്ട് ഞാൻ റീസൈസ് ചെയ്യുന്നു. ഇനി ഈ എച്ച് ആക്സിസ് നിങ്ങൾ ചെക്ക് ചെയ്താൽ ഇവിടെ ഒരു ഗ്യാപ്പ് ഉണ്ട്. 1 മുതൽ 1.2 വരെ ഒരു ഗ്യാപ്പ് ആണ്. ഈ ഗ്യാപ്പ് അവോയ്ഡ് ചെയ്യാൻ എച്ച് ആക്സിസ് ഞാൻ ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ ആക്സിസ് ഓപ്ഷൻ കാണാം. ഇവിടെ മാക്സിമം എന്നുള്ളത് ഞാൻ 1 എന്ന് കൊടുക്കുന്നു. എന്റർ പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഗ്യാപ്പ് റെഡ്യൂസ് ആയി. ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ഒരു ഗ്യാപ്പ് കാണാം. ഈ 3 ബാർസിന്റെ ഇടയിൽ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഈ ഗ്യാപ്പ് റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ബ്ലൂ ബാറിനെ ഒന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് ഇവിടെ സീരീസ് ഓപ്ഷൻ കാണാം. താഴെ നിങ്ങൾക്ക് ഗ്യാപ്പ് വിഡ്ത്ത് ഓപ്ഷൻ കാണാം. ഇവിടെ 182% ആണ് കൊടുത്തിരിക്കുന്നത്. ഞാനത് 0 ആക്കുന്നു. അങ്ങനെ നമ്മുടെ ഗ്യാപ്പ് വിഡ്ത്ത് 0 ആയി. ഒരു ഗ്യാപ്പും ഇല്ല. ഇനി ഈ ചാർട്ടിൽ നിന്നും ചാർട്ട് ടൈറ്റിൽ ആൻഡ് ആക്സിസ് നമുക്ക് റിമൂവ് ചെയ്യാം. അതിനായി ഈ പ്ലസ് സിമ്പിൾ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ചാർട്ട് ആക്സിസ് സെലക്റ്റഡ് ആണ്. ഞാൻ അൺചെക്ക് ചെയ്യുന്നു. ചാർട്ട് ടൈറ്റിൽ അൺചെക്ക് ചെയ്യുന്നു. ഇനി ഗ്രിഡ് ലൈൻസും അൺചെക്ക് ചെയ്യുന്നു. അങ്ങനെ എല്ലാം സെറ്റായി. ഇനി നമുക്ക് ഈ ബാർസിന് കളർ കൊടുക്കണം. അപ്പോൾ കളർ കൊടുക്കുമ്പോൾ നമ്മൾ കറക്റ്റ് കളർ കോഡ് കൊടുക്കണം. അതുകൊണ്ട് ഞാൻ ഇവിടെ കളർ കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ വർക്ക് ബുക്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ഇതാണ് എക്സാ കോഡാണ്. നമ്മുടെ സാഫ്രോൺ കളറിന്റെ എക്സാ കോഡാണ്. ഈ കളർ കോഡ് ഞാൻ കോപ്പി ചെയ്യുന്നു. ഇനി നമ്മുടെ ചാർട്ടിലെ ഫസ്റ്റ് ബാർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. നിങ്ങൾക്ക് ഇവിടെ ഫിൽ കളർ ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇവിടെ മോർ ഫിൽ കളേഴ്സ് കാണാം. അത് ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ കസ്റ്റം ഓപ്ഷനിൽ പോയാൽ നമുക്ക് എച്ച് കളർ കോഡ് കൊടുക്കുന്ന ഓപ്ഷൻ കാണാം. ഞാൻ ഇവിടെ കളർ കോഡ് കൊടുക്കുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ സാഫ്രോൺ കളർ വന്നു. ഇനി രണ്ടാമത്തെ ബാർ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഇവിടെ ഫിൽ കളറായി വൈറ്റ് കളർ കൊടുക്കുന്നു. ഇനി ഫൈനലി നമ്മുടെ മൂന്നാമത്തെ ബാർ ഞാൻ സെലക്ട് ചെയ്യുന്നു. ഇവിടെ നമുക്ക് ഡാർക്ക് ഗ്രീൻ ആണ് കൊടുക്കേണ്ടത്. ഞാൻ ഈ കളർ കോഡ് കോപ്പി ചെയ്യുന്നു. ഇനി മൂന്നാമത്തെ ബാർ സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഫിൽ ഓപ്ഷനിൽ മോർ ഫിൽ കളേഴ്സ് ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ കസ്റ്റം ടാബിൽ പോയിട്ട് കളർ കോഡ് പേസ്റ്റ് ചെയ്തിട്ട് ഓക്കെ പ്രസ് ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ ഫ്ലാഗിന്റെ കളർ സെറ്റായി. ഇനി നമുക്ക് ഇവിടെ കാണാം ചാർട്ട് ഏരിയക്ക് ഒരു ബൗണ്ടറി ഉണ്ട്, ഔട്ട്ലൈൻ ഉണ്ട്. ഈ ഔട്ട്ലൈൻ നമുക്ക് റിമൂവ് ചെയ്യണം. അതിനായി ഈ ബോർഡറിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഔട്ട്ലൈൻ ഓപ്ഷനിൽ പോയിട്ട് നമുക്ക് വൈറ്റ് കളർ സെലക്ട് ചെയ്യാം. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗിനെ റെപ്രസെന്റ് ചെയ്യുന്ന 3 കളേഴ്സ് വളരെ ക്ലീൻ ആയി നമുക്ക് ലഭിച്ചു. ഇനി നമുക്ക് അശോക് ചക്രയാണ് ഉള്ളത്. അശോക് ചക്രയിൽ 24 സ്പോക്സ് ആണ് ഉള്ളത്. ഈ 24 സ്പോക്സിനെ റെപ്രസെന്റ് ചെയ്യാൻ 24 സ്ലൈസ്ഡ് പൈ ചാർട്ടാണ് നമ്മൾ എക്സലിൽ യൂസ് ചെയ്യുന്നത്. ഈ പൈ ചാർട്ടിനെ റെപ്രസെന്റ് ചെയ്യാൻ ഞാൻ ഇവിടെ 24 ടൈംസ് 1 എന്ന വാല്യൂ കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഈ റേഞ്ച് സെലക്ട് ചെയ്യുന്നു. ഇനി ഇൻസേർട്ട് ടാബിൽ പോയിട്ട് ചാർട്ട് സെക്ഷനിൽ പൈ ചാർട്ട് ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് ചെയ്താൽ 2D പൈ എന്ന് കാണാം. അത് ഞാൻ ക്ലിക്ക് ചെയ്യുന്നു. നമുക്കിവിടെ പൈ ചാർട്ട് കാണാം. ഇനി നമുക്ക് ചാർട്ട് ടൈറ്റിൽ ആൻഡ് ലെജൻഡ്സ് റിമൂവ് ചെയ്യാം. അതിന് ഈ പ്ലസ് ക്ലിക്ക് ചെയ്തിട്ട് ചാർട്ട് ടൈറ്റിൽ ആൻഡ് ലെജൻഡ് അൺചെക്ക് ചെയ്യുക. ഫ്രണ്ട്സ്, ഈ പൈ ചാർട്ടിൽ നിങ്ങൾക്ക് ഡിഫറെന്റ് കളേഴ്സ് കാണാം. ഞാൻ ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫിൽ കളർ ഓപ്ഷനിൽ വൈറ്റ് കളർ കൊടുക്കുന്നു. ഇനി നമ്മുടെ സ്പോക്സിന് ഔട്ട്ലൈൻ കളർ കൊടുക്കണം. അതിനുള്ള ബ്ലൂ കളർ കോഡ് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് കോപ്പി ചെയ്യുക. ഇനി ഈ പൈ ചാർട്ട് സെലക്ട് ചെയ്തിട്ട് റൈറ്റ് ക്ലിക്ക് ചെയ്താൽ ഔട്ട്ലൈൻ ഓപ്ഷൻ കാണാം. ഇവിടെ നമുക്ക് മോർ ഔട്ട്ലൈൻ കളേഴ്സിൽ പോയിട്ട് നമ്മുടെ കസ്റ്റം ടാബിൽ പോകാം. എക്സാ കളർ കോഡ് ഞാൻ ഇവിടെ പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ പ്രസ് ചെയ്യുന്നു. അങ്ങനെ 24 സ്പോക്സ് റെഡിയായി. ഇനി ഈ ചാർട്ട് ഏരിയ ട്രാൻസ്പെറന്റ് ആക്കാം. അതിനായി ചാർട്ട് ഏരിയയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഫിൽ ഓപ്ഷനിൽ നിങ്ങൾക്ക് ഇവിടെ നോ ഫിൽ എന്ന് കാണാം. അത് സെലക്ട് ചെയ്താൽ നമ്മുടെ ചാർട്ട് ഏരിയ ട്രാൻസ്പെറന്റ് ആകും. ഇനി നമ്മുടെ പൈ ചാർട്ട് റീസൈസ് ചെയ്തിട്ട് ഞാൻ സെന്ററിൽ പൊസിഷൻ ചെയ്യുന്നു. ഫൈനലി നിങ്ങൾക്ക് ഇവിടെ ഒരു ഔട്ട്ലൈൻ കാണാം. ഈ ഔട്ട്ലൈൻ ബോർഡർ ഞാൻ റിമൂവ് ചെയ്യാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു.
ഇവിടെ ഔട്ട്ലൈൻ ഓപ്ഷനിൽ പോയിട്ട് നോ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യുന്നു. വൗ ഫ്രണ്ട്സ്, ഇന്ത്യൻ ഫ്ലാഗ് MS എക്സലിൽ ചാർട്ട്സ് യൂസ് ചെയ്ത് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്യണം. നിങ്ങളുടെ ഡൗട്ട്സ് എൻ്റെ കമന്റ് ബോക്സിൽ ചോദിക്കാം. കൂടാതെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ആ ലൈക്ക് കൊടുക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ജയ് ഹിന്ദ്.